ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ T2 ടെർമിനലിലെ ഒരു എയർപോർട്ട് ലോഞ്ചാണ്. എയർപോർട്ട് ലോഞ്ച് എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലോഞ്ച് ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും റെസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നതാണ് ലോഞ്ച് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി കിട്ടാൻ നമ്മൾ മാനുവലി ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 1500-2000 രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിലോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലോ ലോഞ്ച് ഫെസിലിറ്റി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് തികച്ചും ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്കത് കാണാവുന്നതാണ്. സോ ഞാനിന്ന് നമ്മുടെ T2 ടെർമിനലിലെ 080 ലോഞ്ച് എന്താണെന്നും അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസുമാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ 080 ലോഞ്ചിന് മുന്നിൽ നല്ലൊരു ക്യൂ ഉണ്ട്. ഇവിടെ ആളുകൾ അവരുടെ കാർഡിൽ ഈ ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. സോ ഇവിടെ ലിഫ്റ്റ് കാണാം, 4th ഫ്ലോറിലാണ് ഈ ഒരു ലോഞ്ച് സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടുന്ന് കാർഡ് ചെക്ക് ചെയ്തതിനു ശേഷം ലിഫ്റ്റ് വഴി നമ്മൾ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുക. സോ ഈ ഒരു പ്രോസസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട്. സോ എനിക്ക് ലോഞ്ച് ആക്സസ് കിട്ടിയത് ഫെഡറൽ ബാങ്കിൻ്റെ വിസ കാർഡ് വെച്ചിട്ടാണ്. അതായത് ഇമ്പീരിയോ എന്ന് പറയുന്ന അവരുടെ വേർഷൻ ഉണ്ട്, ആ ഒരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് എനിക്ക് ലോഞ്ച് ആക്സസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഞാനിപ്പോൾ 080 ലോഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് കാഴ്ച തന്നെ വൗ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്രയും അടിപൊളിയായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഈ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അത്രയും മനോഹരമായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സീറ്റിംഗ് ഏരിയാസ് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലോഞ്ച് ഫുഡ് കഴിക്കാൻ മാത്രമല്ല, നമ്മളുടെ ഫ്ലൈറ്റ് വരുന്നവരെ നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ലോഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് കാണാം, പല രീതിയിലുള്ള ക്യൂബിക്കിൾസ് പോലെയും അല്ലെങ്കിൽ ആർക്കിടെക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. പലതരത്തിലുള്ള സീറ്റിങ്സ് കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആളാണെങ്കിൽ അതിനായിട്ട് സൈഡിൽ ക്യൂബിക്കിൾസ് വേറെയുണ്ട്. ഒരു ടീം മീറ്റിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ ഇത്ര ഭംഗിയായിട്ട് ഈ ലോഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 2 അടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു ബാർ കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അത് മേ ബി ചിലപ്പോൾ ഫ്രീ ആയിരിക്കില്ല, അത് നിങ്ങൾ പേ ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ നമുക്ക് ഇനി ഉള്ളോട്ടൊന്ന് വന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലോഞ്ചിൽ ഇരുന്ന് തന്നെ കാണാം. ഏതൊക്കെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസുകൾ ഡിലേഡ് ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മുകളിൽ സ്ക്രീനിൽ ഇതുപോലെ ലൈവായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ഉള്ളോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ ഗാർഡൻ ഡൈനിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഗാർഡൻ ഡൈനിങ് ഏരിയയിലാണ് അവർ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ബുഫേ സിസ്റ്റമാണ്, നമ്മൾ തന്നെ എടുത്ത് കഴിക്കേണ്ടതാണ്. സോ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫ്രീസറാണ്. അവിടെ നിറച്ചും ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും അതുപോലെ സാലഡ്സും എല്ലാം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇവിടെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കോഫി വെൻഡിങ് മെഷീൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫ്രൂട്ട് ജ്യൂസസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അവിടുന്ന് സ്വയം എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവിടെ നമുക്ക് സെർവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ആളുകൾ ഉണ്ടാവുന്നതാണ്. അവരോട് ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. സോ ഞാനിവിടുന്ന് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു കോഫി പ്രിപ്പയർ ചെയ്തു. സോ അതിനുശേഷം നമുക്കിനി അടുത്ത കൗണ്ടേഴ്സിലേക്ക് പോവാം. സോ ഇവിടെ മുതലാണ് മെയിൻ ഫുഡ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പലതരത്തിലുള്ള സ്റ്റാർട്ടേഴ്സും അതുപോലെ തന്നെ മെയിൻ കോഴ്സസും അവൈലബിൾ ആണ്. വെജ് നോൺ വെജ് കാറ്റഗറീസും അവൈലബിൾ ആണ്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. അതായത് ദോശ ഐറ്റംസ്, നാൻ, റൊട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈവായിട്ടാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. സോ ഇതൊരു ലൈവ് കൗണ്ടറാണ്. ഇവിടെ അദ്ദേഹം പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ ഓർഡർ പ്രകാരം ഒരു പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ലൈവായിട്ട് ദോശ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഓർഡർ കൊടുക്കാവുന്നതാണ്. അദ്ദേഹം ഉണ്ടാക്കി ഡെലിവറി ചെയ്യുന്നതാണ്. സോ ഇത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഫുഡ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ഫുൾ വ്യൂ നോക്കാം. സോ ഡൈനിങ് ഏരിയൻ്റെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഈ എൻ്റെയർ ലോഞ്ച്, അതായത് എൻ്റെയർ 4th ഫ്ലോർ മൊത്തം തന്നെ ഈ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത്. വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ലോഞ്ചിൽ എന്ന് പറയുന്നത്. ലോഞ്ചിൽ മറ്റു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ഒന്ന് അടിച്ച് കാണാം. സോ നിങ്ങളുടെ കയ്യിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളുടെ ലോഞ്ച് ഫെസിലിറ്റി കാർഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. സോ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അവസാനം ഫ്ലൈറ്റ് മിസ്സായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ ഇതൊക്കെയാണ് ലോഞ്ചിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ. നമ്മൾ വീണ്ടും മറ്റൊരു ലോഞ്ചിൻ്റെ കാഴ്ചകളുമായിട്ട് വരുന്നതാണ്. സോ ഈ ലോഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോഞ്ച് മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ ഗുഡ് ബൈ.